നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാണ്. അതിൽ ആദ്യത്തെ നിറം വെള്ള നിറമാണ്. രണ്ടാമത്തേതായ നിറം വയലറ്റ് നിറമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ആദ്യം ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം തന്നിരിക്കുന്നതായ ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കഷ്ടതകൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാലോ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ മൂലമോ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ പോലും അത് വിജയം കാണാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ്. അത്തരത്തിൽ ചില മാറ്റങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ചില സൂചനകൾ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വൻ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിൽ പല രീതിയിലുള്ള ഭാഗ്യം അനുഭവിക്കേണ്ടവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തട്ടിത്തെറിച്ച് പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെറിയ കാര്യങ്ങളിൽ പോലും പലപ്പോഴും വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. വിഷമങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ആത്മവിശ്വാസം, മനസ്സിന്റെ ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾ വിചാരിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യമല്ല ഉള്ളത് എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾ വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. ചില കാലതാമസങ്ങൾ, ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. അതിനാൽ ഒരു കാര്യത്തിലും എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അല്പം ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സമാധാനം അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്മൂലം വന്നു ചേരാം. അല്പം ആശ്വസിക്കാനുള്ള വക നിങ്ങൾക്ക് വന്നു ചേരും. കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എതിർപ്പുകളെ പോലും അവഗണിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. ഉയർച്ചയിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പേരും പെരുമയും നേടിയെടുക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക്
രാഷ്ട്രീയപരമായോ ബിസിനസ് പരമായോ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ബുദ്ധി സാമർഥ്യത്താൽ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രയത്നങ്ങൾ കൂടാതെ തന്നെ പലപ്പോഴും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കുടുംബ ജീവിതത്തിലും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സാഹചര്യവുമുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ കാലതാമസം ചില കാര്യങ്ങളിൽ നേരിട്ടു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ അല്പം ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നിറമായ വയലറ്റ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വിചാരിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അതിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ചില കാര്യങ്ങളെങ്കിലും അനുകൂലമായി തീരാം. നഷ്ടപ്പെട്ടതായ വസ്തുക്കൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാൽ അത്തരം കാര്യങ്ങൾക്കും മുകളിൽ നിൽക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. ഒപ്പമുള്ള എല്ലാവരെയും പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കാത്തതായ സമയമാണ്. കൂടെ നിൽക്കുന്ന ഏവരും മോശമാണ് എന്നല്ല അർത്ഥമാക്കുന്നത്. എന്നിരുന്നാലും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ചില കാര്യങ്ങളിൽ ചതി സംഭവിക്കാനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ തന്നെ, ബുദ്ധിമുട്ട് തന്നെ നിങ്ങൾ നേരിടേണ്ടതായി വരാം. ദുഃഖങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വതന്ത്ര ചിന്ത ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും സ്വതന്ത്ര ചിന്തയോടെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ഏത് വിധേനയും നിങ്ങളുടെ കൈകളിലേക്ക് പണം എത്തണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് നിങ്ങളെ അബദ്ധത്തിൽ ചാടിക്കുന്നതിന് കാരണമായി തീരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ, തിരിച്ചടികൾക്ക് കാരണമായി തീരും. കുറുക്കുവഴികൾ ചിന്തിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത് മറ്റു വ്യക്തികളുടെ പ്രേരണയാൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് തന്നെ പരാമർശിക്കാം. ആത്മധൈര്യം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ആത്മധൈര്യം ഉയർത്തുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വലിയ ഉയർച്ച തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ത്യാഗം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിൽ പോലും പലരും അത് മറന്നിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവമാണ്. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ എപ്പോഴും താല്പര്യപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ ചതിക്കണം എന്ന ചിന്ത നിങ്ങൾക്കില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. പണം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില പ്രവൃത്തികൾ, ചില ചിന്തകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വരാം. മറ്റുള്ളവരുടെ പിന്തുണ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കില്ല എങ്കിൽ പോലും ക്രമേണ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിദേശ യാത്ര നിങ്ങൾക്ക് അനിവാര്യമായി തന്നെ ഭവിക്കാം. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സന്താനങ്ങളാൽ അഭിമാനം ജീവിതത്തിൽ തോന്നുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമൂഹത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നില ഉറപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
നിങ്ങളുടെ സ്വാധീനം സ്ഥാനം വർദ്ധിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വാക്സാമർത്ഥ്യം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശത്രുക്കൾ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.